ഒരു വെളിപ്പാടകലെ അവരുണ്ട്. കാറ്റുമൂളുന്ന കാവിൽ പ്രത്യേക പൂജ നടന്നു. മാർത്താണ്ഡവർമ്മ കാളിമലയിലെ കാളിക്ഷേത്രത്തിലേക്ക് വരും. മലഞ്ചെരുവിലെ ഗുഹയിലേക്ക് പോയ കാട്ടുനായ്ക്കർ കുറെ കൂവയിലകളുമായി തിരികെ വന്നു. തെക്കതിലെ പായസം ദേവിക്ക് നിവേദിക്കാൻ രാജാവ് എത്തും മുമ്പ് എല്ലാം തയ്യാറാവണം. കുടുംബദേവതയായ അതേ കരിങ്കാളി, സംഹാരദുർഗ, ദീർഘദംഷ്ട്രകളും കുഴിഞ്ഞ ആഴത്തിൽ തീതുപ്പുന്ന കണ്ണുകളും കറുത്തു ഭയം തോന്നുന്ന നിറവും ഭൂമി സ്പർശിക്കുന്ന പരന്നു കിടക്കുന്ന മുടിയുമുള്ള കാളി, തലയോട്ടികൾ ചേർത്ത് കെട്ടിയ മാലയിട്ട് കാവിൽ ഉറഞ്ഞു തുള്ളും. അമ്മേ കാത്തോളണേ, 8 വീട്ടിൽ പിള്ളമാരുടെ കുളം തോണ്ടും വരെ. ചണ്ടമുണ്ട നിഗ്രഹത്തിന് അവതരിച്ച് എൻ്റെ പ്രിയ ജഗദംബികെ കൂടെ ഉണ്ടാവണേ. മാർത്താണ്ഡവർമ്മയുടെ പ്രാർത്ഥന കാളിമലയിൽ കാറ്റായി മുഴങ്ങുന്നത് കേൾക്കാം. നമുക്ക് പോകാം കാളിമലയിലെ മാർത്താണ്ഡവർമ്മയുടെ ഒളിത്താവളത്തിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയ അതേ മലമുകളിലൂടെ കുറേ ദൂരം പിന്നെയും കാട്ടിലൂടെ നടക്കണം. ഇന്നലെ ആ യാത്ര പൂർത്തിയാക്കാനായില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർ പറഞ്ഞു, ഭീകരം, കൊടുങ്കാട്ടിൽ, അതും ഭയം തളം കെട്ടുന്ന ഉൾവനത്തിൽ, പാറമുകളിൽ. അതുവഴി നമുക്ക് കുരിശുമലയിലേക്ക് പോകണം. എൻ്റെ നോവിൻ്റെ ആഴത്തുടുപ്പിൽ പ്രിയപ്പെട്ട ജീസസ്, എന്നും നീ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ദൂരെ കുരിശുമല കാണാം. കുരിശുമലയ്ക്കും കാളിമലയ്ക്കും ഇടയിലെ ആ ഉൾവനത്തിലാണ് മാർത്താണ്ഡവർമ്മ 8 വീട്ടിൽ പിള്ളമാരുടെ വധഭീഷണിയെ തുടർന്ന് ഒളിവിൽ വന്നത്. ഇവിടെ അടുത്താണ് നമ്മൾ പറഞ്ഞ ആ കാളിക്ഷേത്രം. ഈ പരിസരമൊന്നാകെ മാർത്താണ്ഡവർമ്മയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ സ്ഥലമാണ്. ഇതുവഴി വലത്തേക്ക് പോയാൽ അങ്ങ് ദൂരെ ഒരു പാറ കാണാം. ആ പാറ ഒന്നല്ല, അതിൻ്റെ ആഴങ്ങളിൽ, വശങ്ങളിൽ ഒക്കെ ധാരാളം പാറകളുണ്ട്. അവിടെ ഇപ്പോൾ മുഴുവൻ കാടായി കിടക്കുകയാണ്. ഇപ്പോൾ ത്രിസന്ധ്യാസമയമാണ്. ഞാൻ അവിടേക്ക് പോകണമെന്ന് കരുതി കുറച്ചു നേരം അങ്ങോട്ട് പോയതാണ്. പക്ഷേ എനിക്ക് എന്തോ അത് വല്ലാത്ത റിസ്ക്കായി തോന്നി. ഇതാണ് നമ്മൾ പറഞ്ഞ കാളിമലയിലെ കാളിക്ഷേത്രം. പറഞ്ഞില്ലേ, മാർത്താണ്ഡവർമ്മയുടെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ഒരു ദിവ്യമായ സ്ഥലം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ക്ഷേത്ര സാന്നിധ്യമോ ആരാധനാ സമ്പ്രദായത്തിൻ്റെ സങ്കീർണതകളോ കാണാൻ കഴിയില്ല. പക്ഷേ ഭക്തിയുടെ ആഴമറിയാം. ഈ സ്ഥലം ഒന്നുകൂടി പറയാം, കാളിമലയ്ക്കും കുരിശുമലയ്ക്കും ഇടയിലാണ്, ഉൾവനമാണ്. കഴിഞ്ഞ യാത്രയിലെ തുടർച്ച തന്നെയാണ് ഇതും. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, വിഷ്ണുവുണ്ട്, വിവേകുമുണ്ട്. ഇന്ന് നമ്മൾ ഒരുപക്ഷെ രാത്രി ഈ കാട്ടിലകപ്പെട്ടാലും നമ്മൾ ഭയക്കില്ല. കാരണം 2 ശക്തികൾ, കാളിമലയിലെ കുടുംബദേവതയായ കരിങ്കാളിയും കുരിശുമലയിലെ സ്നേഹത്തിൻ്റെ ഉറവയായ പ്രിയപ്പെട്ട ജീസസും, മതങ്ങളുടെ, രാഷ്ട്രീയങ്ങളുടെ, ജാതികളുടെ, ജെൻഡറിൻ്റെ അതിർവരമ്പുകളില്ലാത്ത വിശ്വമാനവികതയുടെ സ്നേഹത്തിൻ്റെ വഴിയാണ് സാഫ്രോണിൻ്റെ യാത്ര. ഇവിടെ ഈ പൊതിഞ്ഞു കെട്ടി വച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതായത് കുരിശുമലയിലെ ഉത്സവം അത് സീസണലാണ്. അവിടെ കച്ചവട സംഘങ്ങളെത്തും. അവരുടെ താൽക്കാലിക ഷെഡുകൾ നിർമ്മിക്കാനുള്ള വസ്തുക്കളാണതൊക്കെ. ഇവിടെ നിന്ന് വലത്തോട്ട് പോയാലും താഴെ വലിയൊരു പാറമടക്കുണ്ട്. ഈ പാറമടക്കിലെ ഗുഹകൾക്കൊക്കെ മാർത്താണ്ഡവർമ്മയുടെ കാത്തിരിപ്പിൻ്റെ, കരുതലിൻ്റെ കഥകളായിരിക്കും നമ്മളോട് പറയാനുണ്ടാവുക. അങ്ങനെ നടന്ന് ഞങ്ങൾ 12-ാം
കുരിശിൻ്റെ അടുത്തെത്തി. അതെ, കുരിശുമലയിലേക്ക് മറ്റൊരു വഴിയെ നടന്നു വരുമ്പോൾ എണ്ണി എണ്ണി പോകാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന കുരിശുകളുണ്ടത്രേ. ഞാൻ അതുവഴി വന്നിട്ടില്ല. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കുരിശുമല തീർത്ഥാടന സമയത്ത് കച്ചവട സംഘങ്ങൾ നിറയും. ഈ മല കയറി ഇതുവഴി വരുന്നതാണ് ഏറ്റവും സാഹസികവും ബുദ്ധിമുട്ടുമുള്ള ഒരു യാത്ര. കാൽവരി കുന്നിനെ അനുസ്മരിപ്പിക്കുന്ന അതേ പാത. തെക്കൻ കുരിശുമല തീർത്ഥാടന സമയങ്ങളിൽ അതുവഴി തന്നെ ധാരാളം ഭക്തർ കുരിശും ചുമന്ന് വരാറുണ്ടത്രേ. ഇത് കണ്ടോ, 12-ാം കുരിശ് എന്നതിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ജീസസ്, എൻ്റെ ഓർമ്മകളിൽ അങ്ങ് എന്നുമുണ്ടായിരുന്നു. അതേ സ്നേഹം, അതേ കരുണ. ഞാനിവിടെ നിന്ന് ഉറക്കെ വിളിച്ചു, പഗാഡി ഡോഗ്, നീ എവിടെയാണ്? അപ്പോഴാണ് നമ്മുടെ ഡോഗ്, പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരൻ, അവിടേക്ക് ഓടിയെത്തിയത്. ഞങ്ങൾ 3 പേരും അവിടെ കുറച്ചു നേരം നിന്നിട്ടുണ്ടാവണം. ചില ഓർമ്മകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ജീസസിൻ്റെ മുമ്പിലെത്തിയ ചില ദൂതന്മാർ ജീസസിനെതിരെ പിലാത്തോസിൻ്റെ അനുയായികൾ നടത്തുന്ന ഗൂഢമായിട്ടുള്ള വധശ്രമങ്ങളെക്കുറിച്ച് മനസ്സിലേക്ക് ചില ഓർമ്മകൾ കടന്നു വന്നു. ദൂരെ കൊണ്ടകെട്ടിമലയും കൂനിച്ചിമലയും ഒപ്പം അന്തിമയങ്ങുമ്പോൾ മുഖമിനിക്ക് പോകാനൊരുങ്ങുന്ന സൂര്യനെയും കണ്ടു. ഈ സ്ഥലം കാൽവരി കുന്നായി മാറി. ഞാൻ നിൽക്കുന്നിടം ജീസസിൻ്റെ തിരുസന്നിധിയായി എനിക്ക് തോന്നി. എൻ്റെ പ്രിയപ്പെട്ട ജീസസ്, ഞാൻ കേട്ടു അവർ പറഞ്ഞത് എന്തൊക്കെയെന്നറിയോ? നീ രക്ഷകനാണെങ്കിൽ നീ രാജകൊട്ടാരത്തിൽ ജനിക്കുമായിരുന്നുവെന്ന്. നീ ജനിച്ചതൊരു പുൽക്കൂട്ടിലാണ്, ഒരു തച്ചൻ്റെ മകനായിട്ടാണ്. പിന്നെ എനിക്ക് പറയാൻ മടി തോന്നുന്നു ജീസസ്, എൻ്റെ പ്രിയപ്പെട്ട ജീസസ്, അവർ ഒത്തിരി പാപങ്ങൾ ചെയ്തിരിക്കുന്നു. അവരുടെ നാവ് എന്ത് വികൃതമെന്നറിയോ? നീ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. അവർ പറയുന്നു, നീ തെരുവിൽ ഭിക്ഷക്കാരോടൊപ്പം ആഹാരം കഴിക്കുന്നുവെന്ന്, കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നുവെന്ന്. വേശ്യകൾ പോലും ഉണ്ടത്രേ നിൻ്റെ അനുയായികൾ. അവർ പാപം ചെയ്യുന്നു പ്രിയ ജീസസ്. അവരുടെ നാവിൽ പാപം ജനിക്കുന്നു. ജീസസ്, ഈ മല കയറുമ്പോൾ എൻ്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നു. എൻ്റെ പ്രിയപ്പെട്ട ജീസസ് എന്നെ നോക്കി ചിരിച്ചു. കടലിൻ്റെ ആഴങ്ങളിൽ തിരമാലകൾ ഒളിപ്പിച്ച ഒരു രഹസ്യമുണ്ട്, കരയോട് പറയാത്ത ഒരു രഹസ്യം. അത് കരയിലേക്ക് വിരൽ ചൂണ്ടി പറയുന്നു, ആദിപാപികൾ. ഞങ്ങൾ നടന്ന് കുരിശുമലയുടെ നെറുകയിൽ ഞങ്ങളെത്തി. കാലമേൽപ്പിച്ച മഹാദൗത്യത്തിൻ്റെ കാവൽക്കാരനായി ആ മല തല ഉയർത്തി നിന്നു. 10,000 വന്നു പോകുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തെക്കൻ കുരിശുമല. വെള്ളർട, കുട്ടാപ്പു, ആറുകാണി, പത്തുകാണി എന്നീ വനമേഖലയിലൂടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമുക്ക് വരാനാകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടണമേ. കാൽവരിക്കുന്നിൻ്റെ നെടുവീർപ്പ് കേൾക്കാനാകുന്നു. പണ്ടൊരു കൊടും ക്രൂരതയ്ക്ക് സാക്ഷിയാവേണ്ടി വന്ന നൊമ്പരം. ഇടവും വലവും 2 കള്ളന്മാർ, മൊത്തം 3 കുരിശ്. 3 പേർക്കും ഒരേ ശിക്ഷ. മുൾക്കിരീടത്തിൻ്റെ മുറിവിൻ്റെ ആഴത്തിൽ നിന്ന് രക്തം ഇറ്റു വീഴും പോലെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങുന്നു. മലകേറി വന്നതിൻ്റെ ക്ഷീണമുണ്ട്. ഞങ്ങൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ നിങ്ങളും ഓർക്കണം, ഇത് സ്വർഗതുല്യമായ ഒരു ഭൂമിയാണ്. ദൂരെ കാണുന്ന മലകളെ കണ്ടോ? അവിടെ ധാരാളം പേർ ആ മലയുടെ അതിരുകളെ ലംഘിച്ച് വീണ്ടും വീണ്ടും നടന്നിറങ്ങുന്നത് കാണാം. ക്യാമറ സൂം ചെയ്തപ്പോൾ ഇത്രയും മനോഹരമായി ഒരു മലയുടെ ആഴത്തെയും വിശാലതയും അറിയാനായി.
പിന്നെ ഞാനിവിടെ കുറേ നേരം നിന്നു കേട്ടോ, ഈ കുരിശിൻ്റെ പാദത്തിൽ. അങ്ങ് ദൂരെ വിഷ്ണുവും വിവേകും പിന്നെ നമ്മുടെ പകാടി കൂട്ടുകാരനും ഉണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങളും ഓർക്കണം കേട്ടോ, കുടിക്കാനുള്ള വെള്ളം കരുതണം. കുടിച്ചു കഴിഞ്ഞ് ആ ബോട്ടിൽ നിങ്ങൾ ദയവായി തിരികെ കൊണ്ടുപോകണം. കാരണം ഈ ഭൂമി എന്തുകൊണ്ടോ വിശുദ്ധമാണ്. അത് ഇവിടെ വരുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാകും. വല്ലാത്തൊരു മനസ്സമാധാനം. പിന്നെ സങ്കടകരമായൊരു കാര്യം, ഈ മല മുഴുവൻ പ്ലാസ്റ്റിക് ബോട്ടിൽ കിടക്കുന്ന കണ്ടു. പ്ലീസ്, അരുത്, ചെയ്യരുത്. ഈ മലയുടെ സൗന്ദര്യത്തെ ഇങ്ങനെ നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പൊല്യൂഷൻ അത് മനുഷ്യവംശത്തിൻ്റെ തന്നെ നാശമാണ്. കണ്ടോ, ഇവിടെയുള്ള ഓരോ മലയ്ക്കും പാറയ്ക്കും ഒക്കെ നമ്മളോട് പറയാൻ നൂറായിരം കഥകളുണ്ട്. ഈ ലോകത്തെവിടെ പോയാലും ഈ പ്രപഞ്ചം സംവദിക്കുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നാം ഈ ഭൂമിയോളം താഴണം. എന്തുമാത്രം വിനയം, എന്തുമാത്രം സ്നേഹം, അതിരില്ലാതെ ഈ പ്രപഞ്ചത്തിനോട് നാം സംവദിക്കാൻ ഉപയോഗിക്കേണ്ട ടൂളുകളാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. ധനവും സമ്പാദ്യങ്ങളും വെട്ടിപ്പിടിക്കലുകളും മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഭാഷയേ അല്ല. നീ എന്തായി പറയുന്നത് എന്ന് ചോദിക്കും. കാണോ, പറയുകയല്ല. എത്ര മനോഹരമാണ്. മനോഹരം എന്ന വാക്കിനപ്പുറം പിന്നെ എന്താണ് പറയേണ്ടത്? തെച്ചിപ്പഴത്തിൻ്റെ മധുരത്തിൻ്റെ മറവിൽ തൂങ്ങിയാടുന്ന വാവലുകളുടെ നിപ്പ സലൈവ ഉണ്ടാകുമോ? സർവ്വതും വിഷലിപ്തമാക്കിയതാര്? എനിക്ക് സ്നേഹമായി മാറിയ, എനിക്ക് തണലായി മാറിയ എൻ്റെ പ്രിയപ്പെട്ട പകാടി ഡോഗ്. ഒരിക്കൽ ഈ ഡോഗിനെ വിവേക് തലോടാൻ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട വിവേക്, ഇവൻ കാട്ടിലെ കുരങ്ങുകളോട് കളിക്കുന്നവനാണ്, മങ്കി പോക്സ്. പിന്നെ കാട്ടിലെ ചോലയിൽ കെട്ടിക്കിടന്ന വെള്ളത്തിൽ മുഖം കഴുകാൻ തുടങ്ങിയപ്പോൾ കാട്ടിലെ മാലാക്ക പറഞ്ഞു, അമീബിക് മസ്തിഷ്ക ജ്വരം. ഹോ മൈ ഡിയർ ജീസസ്, എല്ലാം വിഷമയം, സർവ്വതും ഈ മനുഷ്യരും. പിന്നെ ആ മലയിൽ കുരിശിൻ്റെ തണലിൽ ഞാൻ കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചു, വിശ്വമാനവികതയ്ക്കു വേണ്ടി. പ്രവാചകന്മാരെല്ലാം സ്നേഹം പ്രചരിപ്പിച്ചു. അവർക്ക് ചുറ്റും കൂട്ടം കൂടിയവർ പണം കൊതിച്ചു. നാട് മുഴുവൻ നേർച്ചപ്പെട്ടികൾ നിരക്കുന്നതിന് മുമ്പുള്ളൊരു കാലം. പണം ഉണ്ടാക്കാൻ ദേഹമനങ്ങാത്തൊരു ഉപാധി എന്ന നിലയിൽ വിശ്വാസങ്ങൾ മാറാതിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ച ഒരു കാലം, ഒരു മനുഷ്യൻ. ആ മനുഷ്യനിൽ നിന്ന് മാനവികത പറയുമ്പോൾ തികച്ചും മനസ്സിലാകാത്ത കുറച്ചെങ്കിലും ആൾക്കാർ ഉണ്ടാവും. അത് ഉണ്ടാവണം. ആ ഉണ്ടാവലിൽ നിന്നാണ് ധാരാളം അന്ധവിശ്വാസികൾ, മറുവശത്ത് ധാരാളം നിരീശ്വരവാദികൾ. മതം ഇഷ്ടപ്പെടുന്നവരോടൊപ്പം മതം ഇഷ്ടപ്പെടാത്ത മറ്റനേകം പേർ. ഇങ്ങനെ മനുഷ്യൻ ഭിന്നിച്ചു തുടങ്ങിയതിൻ്റെ ഏറ്റവും രൂക്ഷമായ വശങ്ങൾ ഇന്ന് നമുക്ക് പല നാടുകളിലും കാണാനാകും. ഒരേ മതം തന്നെ തമ്മിലടിക്കുന്ന നാടുകൾ. ഇവിടെ ഒന്നേ നമുക്ക് പറയാനുള്ളൂ, പ്രകൃതിയോട് അലിഞ്ഞു ചേർന്നുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ അതിന് ഒരൊറ്റ ഫോർമുല മാത്രം, മാനവികത. മാനവികത എന്നാൽ മനുഷ്യൻ മനുഷ്യനോട് മാത്രം കാണിക്കുന്ന ഒരു സ്നേഹം എന്നല്ല അർത്ഥം. ഒരിക്കൽ ഒരു പ്രവാചകൻ തൻ്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങളുടെ പോക്കറ്റുകളൊക്കെ കാലിയാക്കുവിനെന്ന്. പക്ഷേ ഇന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും നേർച്ചപ്പെട്ടികളിൽ വഴിപാടുകൾ നിറയുന്നത് എന്തിനാണ്? എനിക്ക് പണമുണ്ടാക്കണം, ധനാകർഷണം. ഒറ്റപ്പെട്ടൊരു മൂലയിൽ റൂഫിൻ്റെ തണലിൽ ഇരുന്ന 2 കുരിശുകൾ എന്നെ നോക്കി പറഞ്ഞു, സാഫ്രോൺ, നീ തനിച്ചല്ല, ലോകർ നിൻ്റെ ഭാഷ അറിയും. പിന്നെ വിശ്വമാനവികത കല്ലും മരവും എല്ലാം ആഗ്രഹിക്കുന്ന നിലനിൽപ്പിൻ്റെ ഒരു സൂത്രവാക്യമാണ്.
ഇവിടെ നിന്നോ വീശിയടിച്ച കാറ്റിന് അരിസ്റ്റോട്ടിലിൻ്റെ ഹിപ്പോക്രേറ്റ്സിൻ്റെ വിയർപ്പിൻ്റെ മണം വന്നു. ഹിപ്പോക്രേറ്റ്സ്, ബിഫോർ കോമൺ ഇറ BCE, is universally recognized as the father of modern medicine, which is based on observation of clinical science and rational conclusions and does not rely on religious or magical beliefs. പക്ഷേ ഹിപ്പോക്രേറ്റ്സിൻ്റെ മരുന്ന് വാങ്ങി കഴിക്കുന്നവനും പറഞ്ഞു, ഹിപ്പോക്രേറ്റ്സും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ എന്ന്. അതെ, സമ്മതിക്കാം. സ്നേഹം പോലും ദൈവത്തിൻ്റെ സൃഷ്ടിയെങ്കിൽ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കണ്ടേ? അതിന് ഈ നിമിഷം നമുക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഭൂമിയെ സ്വർഗമായി മാറ്റുന്ന ഒരു കാലത്തിൻ്റെ ദൂതന്മാരായി മാറാൻ എല്ലാവരോടും നമുക്ക് പറയാം. അതാവട്ടെ ആദ്യത്തെ പ്രാർത്ഥന. അങ്ങനെ ഞങ്ങൾ നടന്ന് കാലത്തിലൂടെ, സംസ്കാരത്തിലൂടെ, മതങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ ഒക്കെ നടന്നു. അപ്രിയമായ കുറേ സത്യങ്ങൾ നേരമ്പോക്കായി തോന്നുമെങ്കിലും ഓർത്തിരിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. തലമുറകൾ തിരിഞ്ഞു നോക്കി വളരണം. കാരണം പിന്നൊരിക്കലും ഒരു ബുദ്ധനോ കൃഷ്ണനോ ജീസസോ നബിയോ ജനിച്ചിട്ടില്ല. ആശുപത്രി കിടക്കയിൽ വിശ്വാസികളും അവിശ്വാസികളുമുണ്ട്. ഡോക്ടർമാരിൽ റേഷണലിസ്റ്റുകളുണ്ട്. ശാസ്ത്രം ദൈവത്തിൻ്റെ സൃഷ്ടിയെങ്കിൽ ബോംബുകൾ ഉണ്ടാക്കാൻ ദൈവം പഠിപ്പിച്ചതോ എന്ന് ഒരുത്തൻ TV-യിലിരുന്ന് ചോദിക്കുന്നു കേട്ടു. ആരും കാണാതെ ഒരിടത്ത് നിന്ന് ഞാൻ ഈ കുരിശുമലയെ ആലിംഗനം ചെയ്തു. മഴ പെയ്യാനൊരുങ്ങുന്നു. കാറ്റിന് തണുപ്പിൻ്റെ വിറയാർന്ന തലോടലുണ്ട്. നടന്ന് പിന്നെയും മുകളിലേക്ക് കയറി. കാൽമസിലൊക്കെ നന്നായി വേദനിക്കുന്നു. ദൈവമോ സയൻസോ ആരോ ആവട്ടെ, നമ്മുടെയൊക്കെ വേദന അവർ മാറ്റിത്തരട്ടെ. യാത്രകൾ ഇനിയുമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം. യാത്രകളിലൂടെ കണ്ടുമുട്ടുന്ന സ്നേഹനിധികളായ, സ്നേഹസ്പർശങ്ങളായി മാറുന്ന കഥാബിംബങ്ങളുണ്ട്, കഥാപാത്രങ്ങളുണ്ട്. ഇവയൊക്കെയും ഈ പ്രകൃതിയോട് മുൻപ് പറഞ്ഞതുപോലെ രഹസ്യമായി ഭാഷിക്കുമ്പോൾ പ്രകൃതി തരുന്ന ചില ഇൻഫർമേഷൻസാണ്. അതിലെ കഥാപാത്രങ്ങൾ പ്രകൃതി അവതരിപ്പിക്കുന്നവയാണ്. അതായത് ഈ കഥയിൽ ഞാനായി ഒന്നും സൃഷ്ടിക്കുന്നില്ല. എവിടെ നിന്നോ വരുന്നവർ, എങ്ങോ പോകുന്നവർ കഥയിലെ ബിംബങ്ങളായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചില ഫാക്ട്സുകളുണ്ട്. ഫാക്ട്സ് മേ ബി റിയാലിറ്റി, ചില റിയാലിറ്റീസുണ്ട്. അവയെ ഒരുപക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്ന് വരും, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്ന് വരും. പക്ഷേ യാത്രകൾ നമ്മൾ ഇനിയും തുടരും. കന്യാകുമാരിക്ക് ഒരു യാത്ര പോകണം. അതും നമ്മുടെ KSRTCയിലെ ബഡ്ജറ്റ് പ്ലാനിംഗ് ട്രിപ്പിൽ. അവിടെയും നമ്മെ കാത്തിരിക്കുന്ന കഥകളും കഥാപാത്രങ്ങളും ഉണ്ടാകും. അവർ സൃഷ്ടിക്കുന്ന ചില ബിംബങ്ങളുണ്ടാവും. അവയെ സ്നേഹത്തിൻ്റെ ഭാഷ കൊണ്ട് സ്വീകരിക്കാൻ നമുക്കെന്നും കഴിയണം. സ്നേഹത്തിൻ്റെ ഫോർമുലകൾ പഠിപ്പിക്കുന്ന ദൈവങ്ങളെ തേടി നമുക്ക് ഇനിയും പോകാം. നന്ദിയോടെ, സ്നേഹത്തോടെ, സാഫ്രോൺ.